ഹജ്ജ് സീസണിൽ സേവനമനുഷ്ഠിക്കുന്ന മുഴുവൻ ജീവനക്കാർക്കും മെനിഞ്ചൈറ്റിസ് വാക്സിൻ നിർബന്ധമാക്കി സൗദി ആരോഗ്യ മന്ത്രാലയം. തീർത്ഥാടകരുടെയും ജീവനക്കാരുടെയും സുരക്ഷ ഉറപ്പാക്കുന്നതിനും പകർച്ചവ്യാധികൾ തടയുന്നതിനുമുള്ള മുൻകരുതലിന്റെ ഭാഗമായാണ് നടപടി. 2024 ഹജ്ജ് സീസണിൽ പങ്കെടുക്കുന്ന എല്ലാ ഉദ്യോഗസ്ഥരും ജോലി ആരംഭിക്കുന്നതിന് മുമ്പ് മെനിഞ്ചൈറ്റിസ് വാക്സിൻ സ്വീകരിക്കണമെന്ന് സൗദി അറേബ്യയിലെ ആരോഗ്യ മന്ത്രാലയം അറിയിച്ചു. വാർഷിക തീർത്ഥാടനത്തിന് മുന്നോടിയായി അധികൃതർ പ്രതിരോധ നടപടികൾ ശക്തമാക്കിയിട്ടുണ്ട്. തിരക്കേറിയ പ്രദേശങ്ങളിൽ പകർച്ചവ്യാധികൾ പടരുന്നത് പരിമിതപ്പെടുത്തുന്നതിനും തൊഴിലാളികളെയും തീർത്ഥാടകരെയും സംരക്ഷിക്കുന്നതിനുമായി സുപ്രീം ഹജ്ജ് കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ നിബന്ധന ഏർപ്പെടുത്തിയതെന്ന് ആരോഗ്യ മന്ത്രാലയ വക്താവ് അബ്ദുൾ അസീസ് അബ്ദുൾ ബാഖി പറഞ്ഞു. കൂട്ടം കൂടുന്ന സമയങ്ങളിൽ വേഗത്തിൽ പടരുന്ന ഗുരുതരമായ അണുബാധയിൽ നിന്ന് വാക്സിൻ സംരക്ഷിക്കുമെന്നും തൊഴിലാളികൾക്കും തീർത്ഥാടകർക്കും ഇടയിൽ പകരുന്നത് കുറയ്ക്കാൻ സഹായിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. അംഗീകൃത വാക്സിൻ 5 വർഷത്തേക്ക് സാധ്യതയുള്ളതായി തുടരും. അതായത് ആ കാലയളവിനുള്ളിൽ വാക്സിനേഷൻ എടുത്തവർക്ക് മറ്റൊരു ഡോസ് ആവശ്യമില്ല. ഹജ്ജ് വക പെർമിറ്റ് ലഭിക്കുന്നതിന് വാക്സിനേഷൻ ഒരു മുൻ വ്യവസ്ഥയാണെന്ന് അബ്ദുൾ ബാഖി പറഞ്ഞു. പരമാവധി സംരക്ഷണം ഉറപ്പാക്കാൻ ജോലി ആരംഭിക്കുന്നതിന് കുറഞ്ഞത് 10 ദിവസം മുമ്പെങ്കിലും തൊഴിലാളികൾ ഡോസ് സ്വീകരിക്കണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടിട്ടുണ്ട്. സീസൺ ഇൻഫ്ലുവൻസ, പുതുക്കിയ COVID-19 ബൂസ്റ്റർ ഷോട്ടുകൾ എന്നിവയുൾപ്പെടെ മറ്റ് ശുപാർശ ചെയ്യപ്പെടുന്ന വാക്സിനേഷനുകൾ പൂർത്തിയാക്കാനും അദ്ദേഹം തൊഴിലാളികളോട് പറഞ്ഞിട്ടുണ്ട്. തീർത്ഥാടന കാലത്ത് ആരോഗ്യ തയ്യാറെടുപ്പുകൾ ശക്തിപ്പെടുത്തുന്നതിനും ലഭ്യത മെച്ചപ്പെടുത്തുന്നതിനുമായി സുരക്ഷ, സൈനിക, സർവകലാശാല സ്ഥാപനങ്ങളിലെ ആരോഗ്യ സംരക്ഷണ ദാതാക്കൾ ജോലി സ്ഥലങ്ങളിൽ നേരിട്ട് വാക്സിനേഷൻ നൽകാൻ അധികാരം നൽകിയിട്ടുണ്ടെന്ന് മന്ത്രാലയം അറിയിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക് സി മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.